വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വലിയ തീരുമാനങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നു. ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിൽ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കേണ്ട സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സംസ്ഥാന സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ അടിമുടി പരിഷ്കരിക്കുന്ന മാറ്റങ്ങളാണ്, വമ്പൻ തീരുമാനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി വാരിക്കോരി മാർക്ക് നൽകില്ല എന്നുള്ളത് തന്നെയാണ്. 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇനി ജയിക്കാൻ വേണ്ടി പോകുന്നില്ല. അതായത് ഓൾ പാസ് എന്ന സംവിധാനം കൃത്യമായി തന്നെ ഇല്ലാതാകുന്നു. സംസ്ഥാന കലോത്സവങ്ങൾ ഇനി വേണ്ട എന്നുള്ള തീരുമാനം. മത്സരങ്ങൾ ജില്ലാ തലത്തിൽ അവസാനിപ്പിക്കണം എന്നാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു നിർദ്ദേശം. അതോടൊപ്പം തന്നെ സ്കൂൾ സമയം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി ആക്കണം എന്നുള്ള റിപ്പോർട്ട് കൂടി പറയുന്നുണ്ട്. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ 35 കുട്ടികൾ മാത്രം മതിയാകും എന്നുള്ള മറ്റൊരു നിർദ്ദേശം കൂടി ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ എന്തായാലും ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ട് ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഒരു സംവിധാനത്തിലേക്ക്, ഹയർ സെക്കൻഡറി ഇല്ലാതെ ഹൈസ്കൂൾ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റുവാനുള്ള മറ്റൊരു നിർദ്ദേശം പുറത്തു വരുന്നു. അങ്ങനെ സമൂലമായ മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ പറയുന്നു. അതായത് 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ ഇനി അങ്ങനെ ജയിച്ചു പോകേണ്ടതില്ല എന്നുള്ള തീരുമാനം. ആദ്യം 8ാം ക്ലാസ്സിലാണ് ഈ സിസ്റ്റം നടപ്പിലാക്കുക. 8ാം ക്ലാസ് പാസ്സാകണമെങ്കിൽ ഒരു മിനിമം മാർക്ക് എന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ 9ാം ക്ലാസ്സിലും അതേപോലെ തന്നെ 10ാം ക്ലാസ്സിലും. 10ാം ക്ലാസ്സിൽ നമുക്കറിയാം ഇപ്പോൾ ഗ്രേഡ് സംവിധാനമാണ്. ആ ഗ്രേഡ് സംവിധാനങ്ങൾ മാറ്റിയിട്ട് മാർക്ക് എന്ന സംവിധാനത്തിലേക്ക് നമ്മളുടെ 10ാം ക്ലാസ് കൂടി മാറുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായിട്ടുള്ള സംസ്ഥാന സ്കൂൾ കലോത്സവം ജില്ലാ തലത്തിൽ അവസാനിപ്പിക്കണമെന്നും അത് വിദ്യാർത്ഥികൾക്കിടയിലും രക്ഷകർത്താക്കൾക്കിടയിലും വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖാദർ കമ്മീഷൻ ഇങ്ങനെ ഒരു പ്രസ്താവന കൂടി മുന്നിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നുകൊണ്ടുള്ള ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പുറത്തു വരുന്നു. 2030 കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ചില സാമുദായിക സംഘടനകളൊക്കെ പ്രസ്താവനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ബൈ.